ഫസ്റ്റ് വെഡിങ് ആനിവേഴ്സറിക്ക് ഭർത്താവിന്റെ വക ഭാര്യയ്ക്ക് ഒരു സർപ്രൈസ്, അതായത് അവന്റെ മരണം. ഈ മരണം സൂയിസൈഡ് ആണോ അതോ കൊലപാതകമോ? ഇങ്ങനെ ഒരു സംശയാസ്പദമായ സാഹചര്യത്തിൽ അവൾക്ക് നേരെ വിരൽ ചൂണ്ടുമ്പോൾ പോലീസിന്റെ ക്വസ്റ്റ്യൻ ചെയ്യൽ കേസ് കൊടുത്തവർ തന്നെ പശ്ചാത്തപിക്കുന്നു. യഥാർത്ഥത്തിൽ അവൾ ഇന്നസെന്റ് ആണോ അതോ ഒരു കൊലപാതകയോ? വളരെ സസ്പെൻസ് നിറഞ്ഞ ഈ മൂവി അവസാനം വരെ കാണാൻ ശ്രമിക്കുക. മൂവിയുടെ സ്റ്റാർട്ടിങ്ങിൽ ഹീറോനായ രൂപ വളരെ സുന്ദരിയായി ഒരുങ്ങി ഒരു അപ്പാർട്ട്മെന്റിന്റെ റൂഫിലേക്ക് വരുന്നു. അപ്പോൾ അവരുടെ ഹസ്ബൻഡായ അജയ് അവളെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. കാരണം ഇന്ന് അവരുടെ ഫസ്റ്റ് വെഡിങ് ആനിവേഴ്സറിയാണ്. അജയ് അപ്പോൾ രൂപയ്ക്ക് ഒരു ബൊക്ക കൊടുത്ത് വളരെ ആത്മാർത്ഥതയോടെ വിഷ് ചെയ്യുന്നു. അങ്ങനെ രണ്ടുപേരും വളരെ സന്തോഷത്തിലിരിക്കുമ്പോൾ അജയ് രൂപയോട് എനിക്കൊരു സർപ്രൈസ് നിനക്ക് തരാനുണ്ട്, അതിനു മുമ്പ് നീ കണ്ണടയ്ക്കണമെന്ന് ആവശ്യപ്പെട്ടു. അത് പ്രകാരം അവൾ കണ്ണടച്ചു. എന്നാൽ സെക്കൻഡുകൾ കഴിഞ്ഞിട്ടും ഒരു സർപ്രൈസും കാണുന്നില്ല. സോ അവൾ കണ്ണു തുറക്കുമ്പോൾ അവനെ അവിടെ കാണുന്നില്ല. എന്നാൽ പെട്ടെന്ന് എന്തോ വീണ പോലെ ഒരു ശബ്ദം. അത് കേട്ട് അവൾ താഴേക്ക് നോക്കുമ്പോൾ അജയ് താഴെ വീണ് മരിച്ചു കിടക്കുന്നു. ഇതാണോ നീ എനിക്ക് തന്ന സർപ്രൈസ്? ഈ സർപ്രൈസിൽ രൂപ വളരെ ഷോക്കായി നിൽക്കുകയാണ്. ഈ സീൻ അവിടെ കട്ടായിട്ട് അടുത്തതായി കാണിക്കുന്നത് രൂപ സംഭവിച്ചതെല്ലാം ഒരു പോലീസുകാരനോട് ഡീറ്റെയിൽ ആയി പറയുന്നു. അതായത് ഫസ്റ്റ് വെഡിങ് ആനിവേഴ്സറിക്ക് ഒരു സർപ്രൈസ് നൽകാനായി അജയ് അവളോട് മുകളിൽ വരാൻ പറഞ്ഞു. അത് പ്രകാരം അവൾ അവിടെ ചെന്നപ്പോൾ അവനൊരു സർപ്രൈസ് നൽകുന്നതിനിടയിൽ അവിടെ ഉണ്ടായിരുന്ന ഒരു പൈപ്പിൽ തട്ടി ആക്സിഡന്റലി താഴെ വീണ് മരിച്ചു. ആ പോലീസുകാരൻ അതെല്ലാം എഴുതിയിട്ട് ആ സ്റ്റേറ്റ്മെന്റിൽ സൈൻ ചെയ്യാൻ അവളോട് ആവശ്യപ്പെട്ടു. ഇതിനുശേഷം 15 ദിവസം കഴിഞ്ഞുള്ള സീനാണ് നമ്മൾ കാണുന്നത്. അവിടെ രാജീവ് എന്ന് പറയുന്ന ഒരു പോലീസ് ഓഫീസർ ലീവ് കഴിഞ്ഞ് സ്റ്റേഷനിലെത്തുമ്പോൾ ഒരു കൊറിയർ ടേബിളിന് മുകളിൽ ഇരിക്കുന്നത് കണ്ടു. രാജീവ് ഉടനെ കോൺസ്റ്റബിളിനെ വിളിച്ച് ചോദിക്കുമ്പോൾ കോൺസ്റ്റബിൾ പറയുന്നു, അത് സാർ കോർട്ടിൽ നിന്നുള്ള ഓർഡറാണ്, അത് സാറിന്റെ പേരിൽ വന്നതാ, അതുകൊണ്ട് തുറന്നു നോക്കിയില്ല, സാർ അത് പൊട്ടിച്ചു നോക്കാനെന്ന് കോൺസ്റ്റബിൾ പറയുന്നു. രാജീവ് അത് പൊട്ടിച്ചു നോക്കുമ്പോൾ കുറെ പേപ്പേഴ്സ്, അതിന്റെ കൂടെ ഒരു ഫോട്ടോയുമുണ്ട്. അത് കണ്ട് രാജീവ് ഷോക്കായി. ഈ സീൻ അവിടെ കട്ടായിട്ട് അടുത്ത സീനിൽ രാജീവ് ഒരു കോൺസ്റ്റബിളിനെയും കൂട്ടി രൂപയുടെ വീട്ടിലേക്ക് വരുന്നു. എന്നിട്ട് കോളിംഗ് ബെൽ അടിച്ചിട്ടും ആരും ഡോർ തുറക്കുന്നില്ല. പക്ഷെ ആ ഡോർ അൺലോക്ക് ആയിരുന്നു. രാജീവും കോൺസ്റ്റബിളും കൂടി അകത്തേക്ക് ചെന്ന് നോക്കുമ്പോൾ രൂപയുടെയും അജയന്റെയും കുറെ ഫോട്ടോസ് കാണുന്നു. ഇതിനിടെ രൂപ ഒരു പോലീസ് വേഷത്തിലിരിക്കുന്ന ഒരു ഫോട്ടോയും കൂടിയുണ്ട്. അപ്പോൾ ഈ രൂപ ഒരു പോലീസ് ഓഫീസർ ആണെന്നർത്ഥം. താഴത്തെ ഫ്ലോറിൽ ആരെയും കാണാത്തത് കൊണ്ട് രാജീവ് മുകളിലേക്ക് കയറാൻ ഒരുങ്ങുമ്പോൾ രൂപയാണെങ്കിൽ വൈനൊക്കെ കുടിച്ച് ഡാൻസ് ഒക്കെ ചെയ്ത് വളരെ ജോളിയായി താഴേക്ക് ഇറങ്ങി വരുന്നു. ഇത് കണ്ട രാജീവ് ചോദിക്കുവാണ്, ഭർത്താവ് മരിച്ചിട്ട് 2 ആഴ്ചയായിട്ടുള്ളൂ, പക്ഷെ നിങ്ങളെ കണ്ട വളരെ സന്തോഷവതിയാണെന്ന് തോന്നുമല്ലോ. ഇത് കേട്ട് രൂപ പറയുന്നു, ഏയ് മിസ്റ്റർ, ഞാൻ എങ്ങനെ ഇരിക്കണമെന്ന് നിങ്ങൾ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. എന്റെ അനുവാദമില്ലാതെ നിങ്ങൾ എന്തിന് എന്റെ വീട്ടിനുള്ളിൽ കയറി? ഒരു കേസിന്റെ വിഷയത്തിൽ നിങ്ങളോട് സംസാരിക്കാൻ വന്നതാണ്. എന്നാൽ കോളിംഗ് ബെൽ അടിച്ചിട്ടും ആരും ഡോർ തുറക്കുന്നില്ല. അതുകൊണ്ട് ഡോർ തുറന്ന് അകത്ത് നോക്കാമെന്ന് കരുതി. നിങ്ങളുടെ ഭർത്താവ് 2 ആഴ്ചയ്ക്ക് മുമ്പ് മരിച്ചില്ലേ? അത് ആക്സിഡന്റ് അല്ല, മറിച്ച് നിങ്ങൾ പ്ലാൻ ചെയ്ത് കൊന്നതാണെന്ന് കംപ്ലൈന്റ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് അന്വേഷിക്കാൻ കോർട്ടിൽ നിന്നുള്ള നിർദ്ദേശപ്രകാരം ഞാൻ വന്നതാണെന്ന് രാജീവ് പറയുന്നു. അതുകൂടാതെ രാജീവ് ഒരു ഫോട്ടോയും കൂടി എടുത്തു കാണിച്ചു. ആ ഫോട്ടോയിൽ രൂപ മറ്റൊരാണുമായി പമ്പിൽ വെച്ച് ഹഗ് ചെയ്ത് നിൽക്കുന്ന ഒരു ഫോട്ടോയാണ്. അപ്പോൾ ഇത് കണ്ടിട്ട് ആരോ സംശയം തോന്നി കംപ്ലൈന്റ് കൊടുത്തതാണ്. എന്താ മേഡം, ഇനി സ്റ്റേഷനിൽ പോകാമല്ലോ. ഇത് പറഞ്ഞ് രാജീവ് രൂപയും കൂട്ടി സ്റ്റേഷനിലേക്ക് കൊണ്ടുവരുന്നു. എന്നിട്ട് രൂപയെ ഇന്റർഗേഷൻ റൂമിൽ ഇരുത്തിയിട്ട് രാജീവ് ചോദിക്കുന്നു, ഇനി പറ, നിങ്ങൾ എന്തിനാണ് നിങ്ങളുടെ ഭർത്താവിനെ കൊന്നത്? ഞാൻ എന്റെ ഭർത്താവിനെ കൊന്നിട്ടില്ല, കൊല്ലേണ്ട ഒരു ആവശ്യം എനിക്കില്ലെന്ന് രൂപ മറുപടി നൽകി. ശരി, ഓക്കെ, അന്ന് സംഭവിച്ചത് ഒന്നുപോലും വിടാതെ ഡീറ്റെയിൽ ആയി പറയാൻ രാജീവ് അപ്പോൾ ആവശ്യപ്പെടുമ്പോൾ രൂപ പറയുകയാണ്, ഞാൻ എല്ലാം ഡീറ്റെയിൽ ആയി പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് നിങ്ങളുടെ കൈവശം ഇരിപ്പുണ്ടല്ലോ, അതെടുത്ത് വായിക്കുക. അപ്പോൾ രാജീവ് പറയുന്നു, നിങ്ങൾ പോലീസിന് കൊടുത്ത സ്റ്റേറ്റ്മെന്റ് അതെന്താണെന്ന് ഞാൻ വായിച്ചതാണ്. പക്ഷേ മേഡം ഇപ്പോൾ പറയുന്നത് കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ്, അതുകൊണ്ട് മേഡം പറഞ്ഞേ പറ്റുള്ളൂ, കാരണം ഇതെല്ലാം റെക്കോർഡ് ചെയ്യുന്നുണ്ട്. ഇത് കേട്ട് രൂപ അന്ന് നടന്ന സംഭവം പറയുന്നു. അതായത് രൂപ ഒരു കേസിന്റെ കാര്യത്തിനായി വണ്ടിയിൽ പോയിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ അജയുടെ കോൾ വരുന്നു. ഇന്ന് അവരുടെ വെഡിങ് ആനിവേഴ്സറി ആണ്, അപ്പോൾ അത് സെലിബ്രേറ്റ് ചെയ്യണം. അതിനാൽ നീ അപ്പാർട്ട്മെന്റ് റൂഫിലേക്ക് വാ, കൂടാതെ നിനക്ക് ഞാൻ ഒരു സർപ്രൈസ് നൽകുന്നുണ്ടെന്ന് അജയ് പറയുന്നു. അത് പ്രകാരം അവൾ വീട്ടിൽ ചെന്ന് റെഡി ആയിട്ട് റൂഫിലേക്ക് വരുമ്പോൾ അജയ് അവൾക്ക് ബൊക്ക നൽകി വളരെ സന്തോഷത്തിൽ സംസാരിക്കുന്നു. ഇതിനിടയിൽ ഒരു സർപ്രൈസ് നൽകാനായി കണ്ണടയ്ക്കാൻ പറഞ്ഞു. അങ്ങനെ കണ്ണടച്ച് അല്പം കഴിഞ്ഞിട്ടും അജയ് കണ്ടില്ല. എന്നാൽ ആളുകളുടെ സൗണ്ട് കേട്ട് താഴേക്ക് നോക്കുമ്പോൾ അജയ് താഴെ വീണ് മരിച്ചു കിടക്കുന്നതാണ് കണ്ടതെന്ന് രൂപ രാജീവിനോട് പറയുന്നു. അപ്പോൾ രാജീവ് ചോദിക്കുന്നു, നിങ്ങൾക്ക് എന്ത് തോന്നുന്നു, അജയ് എങ്ങനെയായിരിക്കാം മരിച്ചത്? അവിടെ റൂഫിൽ ഒരു പൈപ്പ് ഉണ്ടായിരുന്നു, ഒരു പക്ഷെ കാൽ അതിൽ തട്ടി താഴെ വീണതായിരിക്കാമെന്ന് രൂപ പറയുന്നു. അജയ് മരിച്ചതിന് ശേഷം നിങ്ങൾ വീട്ടിൽ തനിച്ചാണോ താമസിക്കുന്നതെന്ന് രാജീവ് ചോദിക്കുമ്പോൾ രൂപ പറയുന്നു, അതെ, അജയുടെ പേരൻസ് അകലെയുള്ള ഗ്രാമത്തിലാണ്. അജയുടെ മരണശേഷം അവർ ഒരിക്കൽ മാത്രമാണ് വീട്ടിൽ വന്നത്. എന്റെ അച്ഛൻ വീട്ടിൽ നിൽക്കാൻ വിളിച്ചതാണ്, പക്ഷെ ഞാനാണ് തനിച്ച് നിൽക്കാമെന്ന് പറഞ്ഞ് ഇപ്പോൾ താമസിക്കുന്ന വീട്ടിൽ നിൽക്കുന്നത്. എനിക്ക് അമ്മയില്ല, അമ്മ മരിച്ചു പോയി. അപ്പോൾ രാജീവ് ചോദിക്കുന്നു, ആ അപ്പാർട്ട്മെന്റ് നിങ്ങളുടെ വീട്ടിൽ നിന്ന് ഒരുപാട് അകലെയാണല്ലോ, നിങ്ങൾ എന്തുകൊണ്ടാണ് ആ
ആ അപ്പാർട്ട്മെന്റ് തിരഞ്ഞെടുത്തത്? അതെനിക്കറിയില്ല. അജയാണ് പ്ലാൻ ചെയ്തത്. ഒരു പക്ഷേ എനിക്ക് വേണ്ടി എന്തെങ്കിലും സർപ്രൈസ് നൽകാനായിരിക്കാം ആ അപ്പാർട്ട്മെന്റ് തിരഞ്ഞെടുത്തതെന്ന് രൂപ പറയുന്നു. രാജീവ് വീണ്ടും ചോദിക്കുന്നു, നിങ്ങളുടെ ലൈഫ് എങ്ങനെയായിരുന്നു? വഴക്കുണ്ടാകാറുണ്ടായിരുന്നോ? ഇല്ല, ഞങ്ങൾ തികച്ചും സന്തുഷ്ടരാണെന്ന് രൂപ പറയുമ്പോൾ രാജീവിന് സംശയമുണ്ടാകുന്നു. കാരണം രാജീവ് ഒരു ഫോട്ടോ കാണിച്ചിട്ട് പറയുന്നു, ഭർത്താവിന്റെ മരണശേഷം നീ കാമുകനുമൊത്ത് എൻജോയ് ചെയ്യുകയായിരുന്നു എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. നിനക്കതിൽ എന്താണ് പറയാനുള്ളത്? ഈ ഫോട്ടോയിൽ കാണുന്നതും അജയന്റെ മരണവുമായി യാതൊരു ബന്ധവുമില്ലെന്നാണ് രൂപ അപ്പോൾ മറുപടി നൽകി. ഇതിനുശേഷം രൂപ മിററിൽ നോക്കിയിട്ട് ചോദിക്കുന്നു, ഓഫീസർ ആരാണ് റീ ഇൻവെസ്റ്റിഗേഷന് പെറ്റീഷൻ ഫയൽ ചെയ്തത്? അപ്പോൾ രാജീവ് ആ റൂമിലെ ലൈറ്റ് ഓഫ് ചെയ്തപ്പോൾ മിററിന് ബാക്കിലിരിക്കുന്ന അജയുടെ ഫാമിലിയെ കാണുന്നു. ആ കൂട്ടത്തിൽ അജയുടെ കാസിനായ വൈഷ്ണവിയുമുണ്ട്. ആ ടൈമിൽ ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നു. അന്ന് അജയുടെ ഫ്യൂണറൽ ചടങ്ങിന് ശേഷം ഈ വൈഷ്ണവി രൂപയുടെ അടുക്കൽ വന്ന്, ചേട്ടൻ മരിച്ചതിൽ നിങ്ങൾ വിഷമിക്കേണ്ട, എന്ത് വന്നാലും ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ടെന്ന് വൈഷ്ണവി ഉറപ്പ് നൽകുന്നു. ഇതിനുശേഷം അന്ന് രാത്രിയിൽ വൈഷ്ണവി ലാപ്ടോപ്പ് നോക്കുന്നതിനിടയിൽ രൂപയും കാമുകനെ ഹഗ് ചെയ്ത ഒരു ഫോട്ടോ അവളുടെ ഒരു ഫ്രണ്ട് അവൾക്ക് അയച്ചു കൊടുത്തു. വൈഷ്ണവി ഉടനെ ആ ഫ്രണ്ടിനെ വിളിച്ചിട്ട് ഈ ഫോട്ടോ എവിടെ നിന്നാണ് കിട്ടിയതെന്ന് ചോദിച്ചു. അപ്പോൾ ആ ഫ്രണ്ട് പറയുന്നു, ഞാൻ കഴിഞ്ഞ ദിവസം ഒരു പമ്പിൽ പോയായിരുന്നു. അപ്പോൾ അവിടെ വെച്ച് ഇവർ രണ്ടുപേരും കൂടി ഹഗ് ചെയ്ത് നിൽക്കുന്നത് കണ്ടു. ഞാൻ നിന്റെ ചേച്ചിയാണെന്ന് കരുതിയാണ് ഫോട്ടോ എടുത്തതെന്ന് ആ കുട്ടി പറയുന്നു. അപ്പോൾ വൈഷ്ണവി പറയുന്നു, ഏയ് അതെന്റെ ചേച്ചിയല്ല, നിനക്ക് തോന്നിയതാണെന്ന് പറഞ്ഞ് നൈസായി ഒഴിവാക്കി വിട്ടു. അങ്ങനെ അന്ന് രാത്രി വൈഷ്ണവിക്ക് ഉറങ്ങാൻ പോലും കഴിയുന്നുണ്ടായിരുന്നില്ല. ഇനിയൊരു പക്ഷേ ചേച്ചിക്ക് അഫെയർ ഉണ്ടായിരുന്നെങ്കിൽ ചേട്ടനെ പ്ലാൻ ചെയ്ത് കൊന്നതാണോ? വൈഷ്ണവിക്ക് രൂപയെക്കുറിച്ചുള്ള സംശയങ്ങൾ ബലപ്പെടുന്നു. അതിനാൽ അടുത്ത ദിവസം രാവിലെ തന്നെ രൂപയുടെ വീട്ടിലേക്ക് ചെല്ലുന്നു. അപ്പോൾ രൂപ ചോദിക്കുന്നുണ്ട്, എന്ത് പറ്റി വൈഷ്ണവി രാവിലെ? അത് ചേച്ചി, ഞാൻ ലാസ്റ്റ് ടൈം ഇവിടെ വന്നപ്പോൾ എന്റെ ചില ബോക്സ് ഇവിടെ മറന്നു വെച്ച് പോയി, അതെടുക്കാനാണ് വന്നതെന്ന് വൈഷ്ണവി മറുപടി നൽകി. രൂപ അപ്പോൾ പറയുന്നു, ശരി നീ പോയി നോക്ക്, എനിക്കൊരു ഫോൺ കോൾ ചെയ്യാനുണ്ട്. അങ്ങനെ വൈഷ്ണവി ആ റൂമിൽ ചെന്ന് എന്തെങ്കിലും ക്ലൂ കിട്ടുമോ എന്ന് ചെക്ക് ചെയ്യുമ്പോൾ അവിടെ നിന്ന് ഒരു ഡയറി കിട്ടി. ഈ ഡയറി അജയന്റേതാണ്. ആ ഡയറി എടുത്ത് വായിക്കുമ്പോൾ മനസ്സിലാവുന്നത് രൂപ അജയെ ഒരുപാട് മെന്റൽ ടോർച്ചർ ചെയ്തു. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ആ ഡയറിയിൽ അജയ് എഴുതിയിരിക്കുന്നുണ്ട്. ഇതെല്ലാം വായിച്ചപ്പോൾ രൂപ പ്ലാൻ ചെയ്ത് ചേട്ടനെ കൊന്നതാണെന്ന് വൈഷ്ണവിക്ക് ഉറപ്പായി. അതിനാൽ അവൾ ആ ഫോട്ടോയും ഡയറിയും വെച്ച് കംപ്ലൈന്റ് കൊടുത്തു. അതിന്റെ ഫലമായാണ് കോർട്ട് വീണ്ടും അന്വേഷണം നടത്താനായി ഓർഡർ ഇട്ടത്. ഈ ഡയറി രൂപയ്ക്കെതിരെയുള്ള മുഖ്യ എവിഡൻസ് ആണ്. രാജീവ് അപ്പോൾ ആ ഡയറി എടുത്ത് വായിക്കുമ്പോൾ ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നു. അതായത് അജയ് രൂപയെ പെണ്ണ് കാണാൻ വരുമ്പോൾ അവളെ കണ്ട മാത്രമേ തന്നെ അജയ്ക്ക് ഇഷ്ടമായി. പക്ഷെ രൂപയാണെങ്കിൽ അവളുടെ അച്ഛന്റെ നിർബന്ധപ്രകാരമാണ് വിവാഹത്തിന് സമ്മതിച്ചത്. രാജീവ് അജയന്റെ ഡയറിയിൽ എഴുതിയിരിക്കുന്നത് വായിക്കുമ്പോൾ രൂപ പറയുന്നു, ഏയ് അങ്ങനെയൊന്നുമല്ല, എനിക്ക് കല്യാണത്തിന് ഇഷ്ടക്കേടൊന്നുമില്ലായിരുന്നു. അവനാണ് പേരൻസിന്റെ നിർബന്ധത്തിന് വഴങ്ങി എന്നെ വിവാഹം ചെയ്തത്. ആ കാര്യം എന്നോട് ഫസ്റ്റ് നൈറ്റിൽ അവൻ പറഞ്ഞതാണ്. ഞാൻ പറയുന്നതെല്ലാം സത്യമാണ്, അവനാണ് കള്ളം പറയുന്നത്. അവൻ ഡയറിയിൽ എഴുതിയിരിക്കുന്നതെല്ലാം കള്ളമാണ്. എന്നെ തെറ്റുകാരിയാക്കാൻ വേണ്ടിയാണ് അവൻ ഇങ്ങനെയൊക്കെ എഴുതി വെച്ചിരിക്കുന്നത്. ഇത് കേട്ട് രാജീവ് ചോദിക്കുന്നു, നോക്ക് മേഡം, ഇത് അവന്റെ പേഴ്സണൽ ഡയറിയാണ്, ഇതിൽ അവൻ കള്ളം എഴുതേണ്ട ആവശ്യമില്ല. അപ്പോൾ രൂപ പറയുന്നു, സാർ, നമ്മുടെ ഈ ലോകത്ത് രണ്ട് തരം ആളുകളുണ്ട്. ഒരു കൂട്ടർ അവരുടെ വേദനകൾ ഉള്ളിൽ തന്നെ വെക്കുന്നവർ, മറ്റൊരു കൂട്ടരാണെങ്കിൽ അവർ മറ്റുള്ളവർക്ക് വേദന നൽകുന്നവർ. അവർ പുറമേ സിമ്പതി കാണിച്ച് സഹതാപം പിടിച്ചു പറ്റും. അല്ലേലും ഇക്കാലത്ത് ആരാണ് ഡയറി എഴുതുന്നത്? അജയ്ക്ക് 32 വയസ്സായി. അപ്പോൾ ഇതിനിടയിൽ എത്ര ഡയറി എഴുതി കാണും? അതിൽ നിന്ന് എന്നെ കുറ്റപ്പെടുത്തിയ ഈ ഒരു ഡയറി മാത്രമേ നിങ്ങൾ കണ്ടുള്ളൂവല്ലോ. ചിലപ്പോൾ ബാക്കി ഡയറിയിൽ എന്നെ പറ്റി നല്ലതായിരിക്കാം എഴുതിയിരിക്കുന്നത്. സാർ വൈഷ്ണവിയോട് പറ അതും കൂടി കൊണ്ടുവരാൻ. എന്നിട്ട് സാർ അതും കൂടി വായിച്ചിട്ട് അതിലും എന്നെ മോശമായാണ് എഴുതിയിരിക്കുന്നതെങ്കിൽ അറസ്റ്റ് ചെയ്തോളൂ. അല്ലേലും എനിക്കും എന്റെ ഭർത്താവിനും ഇടയിൽ സംഭവിച്ചത് ഞങ്ങൾക്ക് മാത്രമേ അറിയൂ, അല്ലാതെ മറ്റൊരാളിന് അതറിയാൻ കഴിയില്ല. അപ്പോൾ രാജീവ് പറയുന്നു, നിങ്ങളുടെ പോലീസ് ബുദ്ധി എടുത്ത് ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ നോക്കണ്ട. ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മാത്രം ആൻസർ നൽകിയാൽ മതി. അതിനുശേഷം രാജീവ് വീണ്ടും ഡയറി വായിക്കാൻ ആരംഭിക്കുന്നു. അപ്പോൾ ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നുണ്ട്. ഒരു ദിവസം അജയ് അവന്റെ ഫ്രണ്ടിന്റെ അടുത്ത് വല്ലാതെ വിഷമിച്ചിരിക്കുക. ഫ്രണ്ട് ചോദിക്കുന്നു, അജയ് നിനക്ക് എന്ത് പറ്റി, എന്താ വിഷമിച്ചിരിക്കുന്നത്? അപ്പോൾ അജയ് വളരെ സങ്കടപ്പെട്ട ഒരു സംഭവം പറയുന്നു. അതായത് ഒരു ദിവസം അജയ് വർക്ക് കഴിഞ്ഞ് വരുമ്പോൾ രൂപ പ്രഗ്നന്റ് ആണെന്നുള്ള കാര്യം അവൾ അജയ്യോട് പറയുന്നു. ഇത് കേട്ട് അജയ്ക്ക് ഒരുപാട് ഹാപ്പിയായി. എന്നാൽ അടുത്ത സെക്കൻഡിൽ അവനൊരു ഷോക്ക്. കാരണം രൂപയ്ക്ക് ഈ കുഞ്ഞിനെ വേണ്ട. ഉടനെ അവൾ ഈ കുഞ്ഞിനെ അബോർട്ട് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നു. അതിനാൽ അവൾ നൽകിയ പേപ്പറിൽ സൈൻ ചെയ്യാൻ അവൾ ആവശ്യപ്പെടുമ്പോൾ വേറെ നിവർത്തിയില്ലാതെ അവൻ സൈൻ ചെയ്ത് കൊടുത്തു. ഇത് കേട്ട് ഫ്രണ്ട് ചോദിക്കുന്നു, നീ എന്തിനാടാ സൈൻ ചെയ്ത് കൊടുത്തേ? നിനക്ക് ഭ്രാന്താണോ? അപ്പോൾ അജയ് പറയുന്നു, എന്റെ ഭാര്യ എന്ത് ചെയ്താലും കുഴപ്പമില്ല, എനിക്ക് അവളെ ഒരുപാട് ഇഷ്ടമാണ്, അതുകൊണ്ട് അവൾ എന്ത് ചെയ്താലും ഞാനത് സഹിക്കും. ഈ നടന്ന കാര്യങ്ങളെല്ലാം ആ ഫ്രണ്ട് രാജീവിനോട് തുറന്നു പറയുന്നു. അത് കഴിഞ്ഞ് രാജീവ് ഈ സർട്ടിഫിക്കറ്റ് രൂപയെ കാണിക്കുമ്പോൾ രൂപയാണെങ്കിൽ ചിരിക്കുകയാണ്. അപ്പോൾ രാജീവ് ചോദിക്കുന്നു, നിങ്ങൾ എന്തിനാണ് ചിരിക്കുന്നത്? നിങ്ങൾ എന്ത് കുബുദ്ധിയാണ് ഇപ്പോൾ ആലോചിക്കുന്നത്? രൂപ അപ്പോൾ പറയുന്നു, നിങ്ങളൊരു പോലീസുകാരനായിട്ട് ഒന്നും മനസ്സിലാകുന്നില്ലേ? ഇപ്പോൾ പണം കൊടുത്താൽ ഏത് സർട്ടിഫിക്കറ്റ് ആണ് കിട്ടാത്തത്? അവൻ എനിക്കെതിരെ ഓരോന്ന് പറയുകയാണ്. ഇതെല്ലാം കള്ളമാണ്. ഞാൻ എന്റെ ഭർത്താവിനെ കൊന്നിട്ടില്ല. ഇത് കഴിഞ്ഞ് രാജീവ് വീണ്ടും ഡയറി വായിക്കാൻ തുടങ്ങി. അപ്പോൾ ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നു.
ഒരു ദിവസം രൂപയുടെ ബർത്ത്ഡേക്ക് അജയ് ഒരു ഗോൾഡ് ചെയിൻ അവൾക്കായി ഗിഫ്റ്റ് കൊടുത്തു. എന്നാൽ ഇത് കണ്ട് രൂപ, നിനക്കെന്താ എത്ര പറഞ്ഞാലും മനസ്സിലാകില്ലേ, എനിക്ക് നിന്നെ ഇഷ്ടമല്ല, നിന്നെ കാണുന്നത് തന്നെ എനിക്ക് വെറുപ്പാണ്, അതുകൊണ്ട് ഇമാതിരി സാധനങ്ങളുമായി എന്റെ മുമ്പിലോട്ട് വരരുത്. അവളിങ്ങനെ ദേഷ്യത്തിൽ പറയുന്നതിനിടയിൽ അജയുടെ അച്ഛൻ വിളിക്കുന്നു. അപ്പോൾ അജയ് പറയുന്നു, അച്ഛൻ നിന്നെ വിഷ് ചെയ്യാൻ വിളിക്കുകയാണ്, ദയവ് ചെയ്ത് നമ്മുടെ ഇടയിലുള്ള വിഷയം നീ അച്ഛനോട് പറയരുത്. അങ്ങനെ അച്ഛൻ അവളെ വിഷ് ചെയ്തു. പക്ഷെ അവളാണെങ്കിൽ ശരിയായി അച്ഛനോട് സംസാരിക്കുന്നില്ല. അതിനുശേഷം അജയനോട് ദേഷ്യപ്പെട്ട് അവിടെ നിന്ന് പോകുന്നു. അപ്പോൾ ഇതിനെക്കുറിച്ച് രാജീവ് രൂപയോട് ചോദിക്കുമ്പോൾ, അതെ, ഞാൻ അവനോട് ദേഷ്യപ്പെട്ടു, കാരണം വീട്ടു ചിലവിന് തന്നെ പണം തികയുന്നില്ല, അതിലും ഉപരി ലോണും അടയ്ക്കാനുണ്ട്. അപ്പോൾ പണത്തിന് ഇത്രയും ടൈറ്റായ ടൈമിൽ ഗോൾഡ് വാങ്ങിയതിന് ഞാൻ അവനോട് ദേഷ്യപ്പെട്ടു, അത് സത്യമാണ്. സാധാരണ ഒരു ദാമ്പത്യ ജീവിതത്തിൽ ചെറിയ ചെറിയ വഴക്കൊക്കെ ഉണ്ടാകാറുണ്ട്. ആ ചെറിയ വിഷയത്തിന്റെ പേരിൽ ഞാൻ എന്റെ ഭർത്താവിനെ കൊന്നെന്ന് നിങ്ങൾ വാദിക്കരുത്. അങ്ങനെ ഇതിനുശേഷം രാജീവ് വീണ്ടും ഡയറി വായിക്കാൻ ആരംഭിക്കുന്നു. അപ്പോൾ ഒരു ദിവസം രൂപയുടെ ടോർച്ചർ സഹിക്കവയ്യാതെ അജയ് ഒരു സൈക്കാട്രിസ്റ്റിനെ പോയി കണ്ട് പ്രശ്നങ്ങളെല്ലാം അദ്ദേഹത്തിനോട് പറഞ്ഞു. അപ്പോൾ ഈ സൈക്കാട്രിസ്റ്റിനെ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു വരുത്തി അദ്ദേഹത്തിനോട് ഈ കാര്യം ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നു, അജയുടെ മെന്റൽ ഹെൽത്ത് അത്ര നല്ലതല്ല, അത് അവന്റെ ദാമ്പത്യ ജീവിതത്തിൽ നിന്നുണ്ടായ, അതായത് രൂപയിൽ നിന്നുള്ള ടോർച്ചർ കാരണമാണ്. ഇതിന്റെ ഫലമായി ഞാൻ അവന് ചില മെഡിസിൻ ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഡോക്ടർ നൽകിയ സ്റ്റേറ്റ്മെന്റിനെ കുറിച്ച് രൂപയോട് രാജീവ് ചോദിക്കുമ്പോൾ അവൾ പറയുന്നു, അവൻ സൈക്കാട്രിസ്റ്റിനെ കണ്ട കാര്യം നിങ്ങൾ പറയുമ്പോഴാണ് ഞാൻ അറിയുന്നത്. അവനെല്ലാം നേരത്തെ കൂട്ടി പ്ലാൻ ചെയ്തതാണ്. ശരി, ഓക്കെ, ഡോക്ടർ അവന് മെഡിസിൻ നൽകിയില്ലേ? ആ മെഡിസിൻ അവൻ കഴിച്ചിട്ടുണ്ടെങ്കിൽ അവന്റെ ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്യുമ്പോൾ ഉറപ്പായും അതറിയാൻ കഴിയുമല്ലോ. അപ്പോൾ രാജീവ് ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് നോക്കുമ്പോൾ അങ്ങനെ ഒരു മെഡിസിൻ കഴിച്ച കാര്യം അതിൽ മെൻഷൻ ചെയ്തിട്ടില്ല. അപ്പോൾ ആ കാര്യം ഡോക്ടറിനോട് ചോദിക്കുമ്പോൾ, ഞാൻ അവന് മെഡിസിൻ നൽകിയതാണ്, അവൻ കറക്റ്റിന് വന്ന് മെഡിസിൻ വാങ്ങാറുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഈ വിഷയത്തിൽ രൂപയ്ക്കെതിരെ ഒരു തെളിവുമില്ല. അതിനുശേഷം രാജീവ് വീണ്ടും രൂപയോട് ചോദിക്കുന്നു, ഇതിനു മുമ്പൊരിക്കലെങ്കിലും അജയ് കൊല്ലണമെന്ന് നീ ആരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? രൂപ ഇതിന് മറുപടിയായി, ഇല്ല, ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. അപ്പോൾ രാജീവ് പറയുന്നു, നീ പറഞ്ഞത് കള്ളമാണ്, നീ ഈ ഓഡിയോ ഒന്ന് കേട്ടു നോക്ക്. ആ ടൈമിൽ ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നു. രൂപ അവളുടെ ഒരു ഫ്രണ്ടുമായി ഫോണിൽ സംസാരിക്കുമ്പോൾ ആ ഫ്രണ്ട് ചോദിക്കുന്നു, നിന്റെ മാരേജ് ലൈഫ് എങ്ങനെയുണ്ട്? അപ്പോൾ രൂപ പറയുന്നു, എന്റെ ലൈഫ് വല്ലാത്ത അവസ്ഥയിലാണ്, എനിക്ക് അവനെ സഹിക്കാനേ കഴിയുന്നില്ല, എനിക്കൊരു അവസരം കിട്ടിയാൽ ഞാൻ അവനെ കൊല്ലും, എന്നിട്ട് അതൊരു ആക്സിഡന്റ് ആക്കി മാറ്റുമെന്ന് രൂപ ആ ഫ്രണ്ടിനോട് പറയുന്നു. ഇതിനിടെ രൂപ അജയ് ചെന്ന് നോക്കുമ്പോൾ അവൻ ഉറങ്ങുന്നതായി കണ്ടു. പക്ഷേ ശരിക്കും അവൻ ഉറങ്ങുകയായിരുന്നില്ല, അവൾ പറയുന്നതെല്ലാം റെക്കോർഡ് ചെയ്യുകയായിരുന്നു. അപ്പോൾ ഈ ഓഡിയോ രാജീവ് രൂപയെ കേൾപ്പിച്ചിട്ട് ചോദിക്കുന്നു, ഇതിനെക്കുറിച്ച് നിനക്ക് എന്താ പറയാനുള്ളത്? ഇത് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലേ, അവൻ സൈക്കോ ആണ്, അവൻ മുൻകൂട്ടി പ്ലാൻ ചെയ്ത് എനിക്കെതിരെ കളിക്കുകയായിരുന്നു. ശരി, ഓക്കെ, അവൻ സൈക്കോ ആയിക്കോട്ടെ, പക്ഷെ നീ അവനെ കൊല്ലുമെന്ന് പറഞ്ഞിട്ടില്ലേ എന്ന് രാജീവ് ചോദിക്കുമ്പോൾ രൂപ പറയുന്നു, ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഒരു വട്ടമല്ല, പല വട്ടവും ഞാൻ അങ്ങനെ ആലോചിച്ചിട്ടുണ്ട്. എന്നിരുന്നാലും ഞാൻ എന്റെ ഭർത്താവിനെ കൊന്നിട്ടില്ല, അതിനുള്ള ധൈര്യം എനിക്കില്ല. അപ്പോൾ രാജീവ് പറയുന്നു, നീ ആയിരിക്കും അജയുടെ കൊലപാതകത്തിന് പിന്നിൽ, അവൻ മരിക്കേണ്ടത് നിന്റെ ആവശ്യമായിരുന്നു, കാരണം നിനക്ക് അവനെ ഇഷ്ടമല്ലായിരുന്നു. ഇത് കേട്ട് രൂപ പറയുന്നു, ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല. ഇതിനുശേഷം അവൾ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതൊരു ഫ്ലാഷ് ബാക്കിലൂടെയാണ് നമ്മളെ കാണിക്കുന്നത്. അതായത് അജയ് രൂപയെ പെണ്ണ് കാണാൻ വരുമ്പോൾ രൂപ അജയനോട് പറയുന്നു, എനിക്കിപ്പോഴേ വിവാഹത്തിന് താല്പര്യമില്ല, അച്ഛന് വയസ്സായി, അപ്പോൾ അച്ഛനെ എന്റെ വിവാഹം നടന്ന് കാണണമെന്ന് ആഗ്രഹമുണ്ട്, അദ്ദേഹത്തിന് വേണ്ടിയാണ് ഞാൻ ഇതിന് തന്നെ തയ്യാറായത്. ഇത് കേട്ട് അജയും പറയുന്നു, എനിക്കും കല്യാണത്തിന് താല്പര്യമില്ല, ഒറ്റയ്ക്ക് ജീവിക്കാനാണ് എനിക്കിഷ്ടം, പക്ഷെ എന്റെ അച്ഛൻ എപ്പോഴും കല്യാണം കഴിക്കാനായി എന്നെ നിർബന്ധിക്കും, നീ ടെൻഷൻ ആവണ്ട, ഞാൻ വീട്ടിൽ പോയിട്ട് പേരൻസിനോട് കല്യാണത്തിന് താല്പര്യമില്ലെന്ന് പറയാം. അങ്ങനെ അന്ന് രാത്രി രൂപ ജോലി കഴിഞ്ഞ് വീട്ടിൽ വരുമ്പോൾ അവളുടെ അച്ഛനാണെങ്കിൽ ഉറങ്ങാതെ അവളെ വെയിറ്റ് ചെയ്തിരിക്കുന്നു. ഇനി അവൻ കല്യാണത്തിന് റിജക്ട് ചെയ്തതിനെ തുടർന്ന് വിഷമിച്ചിരിക്കുകയാണെന്ന് കരുതിയ രൂപ അതിനെക്കുറിച്ച് ചോദിക്കുമ്പോൾ അച്ഛൻ പറയുന്നു, ഇല്ല, അവർക്ക് മാരേജിന് സമ്മതമാണ്, അവർക്ക് നിന്നെ ഇഷ്ടപ്പെട്ടു, അജയ് ആണ് ഈ കാര്യം വിളിച്ച് പറഞ്ഞതെന്ന് അച്ഛൻ പറയുമ്പോൾ രൂപ ഷോക്കായി. രൂപയ്ക്ക് ഈ കല്യാണത്തിൽ നിന്ന് പിന്മാറാൻ വേറെ വഴിയില്ലാത്തതിനാൽ താമസിക്കാതെ വിവാഹം കഴിഞ്ഞു. അങ്ങനെ അന്ന് ഫസ്റ്റ് നൈറ്റ് രൂപ അജയനോട് ചോദിക്കുന്നു, നീ വിവാഹത്തിൽ നിന്നും പിന്മാറാമെന്ന് എനിക്ക് വാക്ക് നൽകിയിട്ട് പിന്നെ എന്തുകൊണ്ട് വിവാഹത്തിന് താല്പര്യമാണെന്ന് പറഞ്ഞു? അപ്പോൾ അജയ് പറയുന്നു, അന്ന് എനിക്ക് വിവാഹത്തിന് താല്പര്യമില്ലായിരുന്നു, പക്ഷെ എന്റെ അച്ഛനും അമ്മയും നിർബന്ധിച്ചത് കൊണ്ടാണ്, എനിക്ക് അവരെ വിഷമിപ്പിക്കാൻ കഴിയാത്തത് കൊണ്ട് ഞാൻ വിവാഹത്തിന് ഓക്കെ ആണെന്ന് പറഞ്ഞത്. ഇത് പറഞ്ഞിട്ട് അജയ് ഒരു പില്ലോ എടുത്ത് താഴെ പോയി കിടക്കുന്നു. രൂപ പറഞ്ഞതെല്ലാം കേട്ട് അവൾ പറഞ്ഞത് സത്യമാണോ എന്നറിയാൻ രാജീവ് അജയന്റെ അച്ഛനെ വിളിച്ച്, നിങ്ങളുടെ നിർബന്ധ പ്രകാരമാണോ അജയ് രൂപയെ വിവാഹം ചെയ്തതെന്ന് ചോദിച്ചപ്പോൾ അച്ഛൻ പറയുന്നു, അതേ സാർ, ഞാൻ നിർബന്ധിച്ചിട്ടാണ് അവൻ വിവാഹത്തിന് സമ്മതിച്ചത്. അപ്പോൾ രൂപ പറഞ്ഞത് സത്യമാണെന്ന് ഇവിടെ തെളിയുന്നു. രൂപ വീണ്ടും പറയുന്നു, സാർ, ഞാൻ പറഞ്ഞതെല്ലാം സത്യമാണ്, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. അപ്പോൾ വീണ്ടും ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നു.
അവൾക്ക് അജയുമായുള്ള വിവാഹത്തിന് താല്പര്യമില്ലാഞ്ഞിട്ടും കല്യാണം കഴിഞ്ഞ് തന്റെ ലൈഫ് ഇതാണ്, ഇനി ഇതുമായി പൊരുത്തപ്പെടാൻ അവൾ മനസ്സിനെ പാകപ്പെടുത്തി. അങ്ങനെയിരിക്കെ ഒരു ദിവസം രൂപ ജോലിയിൽ നിന്ന് ലീവ് എടുത്ത് അജയ്ക്ക് വേണ്ടി ഇഷ്ടപ്പെട്ട ഫുഡ് ഉണ്ടാക്കി അവനെ വെയിറ്റ് ചെയ്തിരിക്കുമ്പോൾ അന്ന് കുറച്ച് വൈകിയാണ് അജയ് വീട്ടിലെത്തുന്നത്. അപ്പോൾ രൂപ അവനെ ഫുഡ് കഴിക്കാനായി ക്ഷണിച്ചു. പക്ഷെ അവനാണെങ്കിൽ ഒന്ന് രുചിച്ചു പോലും നോക്കാതെ അവൻ നല്ല ടയേർഡാണെന്ന് പറഞ്ഞ് പോയി കിടന്നുറങ്ങി. ഈ സംഭവം രൂപയിൽ വല്ലാത്ത വിഷമമുണ്ടാക്കി. അങ്ങനെ പിറ്റേന്ന് രാവിലെ രൂപ ഉണർന്നു നോക്കുമ്പോൾ അജയെ കാണുന്നില്ല. അവൻ അതിരാവിലെ എവിടെ പോയതാണെന്നും ചൊല്ലി നോക്കുമ്പോൾ അജയ് ആണെങ്കിൽ കിച്ചണിൽ കുക്ക് ചെയ്യുന്നത് കണ്ടു. രൂപയെ കണ്ടപ്പോൾ അജയ് പറയുന്നു, നീ വേഗം റെഡിയായി വാ, ഞാൻ നിനക്കായി ഫുഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇന്നലെ ഞാൻ ക്ഷീണിതനായതുകൊണ്ട് നീ ഉണ്ടാക്കിയത് എനിക്ക് കഴിക്കാൻ കഴിഞ്ഞില്ല, അതുകൊണ്ട് ഇന്ന് നിനക്ക് വേണ്ടി ഞാൻ ഉണ്ടാക്കി. ഇത് കണ്ടപ്പോൾ രൂപയ്ക്ക് വല്ലാത്ത സന്തോഷം തോന്നി. അജയനിൽ മാറ്റമുണ്ടാകുമെന്ന് അവളിൽ പ്രതീക്ഷയുണ്ടാകുന്നു. അപ്പോഴുണ്ട് അജയ് വീണ്ടും പറയുന്നു, വൈകുന്നേരമാകുമ്പോഴത്തേക്കും നീ റെഡിയായി നിൽക്കണം, നമുക്ക് ഇന്നൊരു പാർട്ടിക്ക് പോകാനുണ്ട്. ഇത് പ്രകാരം രൂപ റെഡിയായി അവനെ വെയിറ്റ് ചെയ്തിരിക്കുന്നു. എന്നാൽ കുറെ സമയമായിട്ടും അവനെ കാണുന്നില്ല. അങ്ങനെ കുറച്ച് കഴിഞ്ഞ് അജയ് വരുമ്പോൾ രൂപ ചോദിക്കുന്നു, പാർട്ടിക്ക് പോകാൻ നീ എന്നോട് റെഡിയായി നിൽക്കാൻ പറഞ്ഞതല്ലേ, പിന്നെ നീ എന്താ താമസിച്ചത്? ഇപ്പോൾ പാർട്ടിയെല്ലാം കഴിഞ്ഞു കാണുമല്ലോ. അപ്പോൾ അജയ് പറയുകയാണ്, നീ പോയി ഡ്രസ്സ് മാറിക്കോ, ഞാൻ തനിച്ച് പാർട്ടിക്ക് പോയായിരുന്നു. ഇത് കേട്ട് രൂപയ്ക്ക് ദേഷ്യം വന്ന് അവൻ 5-6 പറഞ്ഞു. പക്ഷെ അവനാണെങ്കിൽ അവളെ മൈൻഡ് പോലും ചെയ്യാതെ റൂമിലേക്ക് പോയി. ഈ സംഭവത്തോടു കൂടി രൂപയ്ക്ക് വല്ലാത്ത വിഷമമുണ്ടായി. ഇങ്ങനെ ഒരാളുമായി ജീവിതാവസാനം വരെ എങ്ങനെ പൊരുത്തപ്പെടും? തുടരെ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ സംഭവങ്ങൾ വീണ്ടും ആവർത്തിക്കപ്പെടുന്നു. അങ്ങനെയിരിക്കെ ഒരു ദിവസം അവൾ ചെക്ക് ചെയ്യുമ്പോൾ പ്രഗ്നന്റ് ആണെന്ന് അറിയുന്നു. അവൾ വളരെ സന്തോഷത്തോടെ അജയ് അറിയിച്ചപ്പോൾ അവനും വളരെ ഹാപ്പിയായി. അതിനുശേഷം അന്ന് വൈകുന്നേരം രൂപ ജോലി കഴിഞ്ഞ് വീട്ടിൽ വരുമ്പോൾ അജയ് ആണെങ്കിൽ ഒരു പേപ്പറുമായി അവളെ വെയിറ്റ് ചെയ്തിരിക്കുന്നു. അവൾ കാര്യം തിരക്കിയപ്പോൾ, ഇത് നിനക്കുള്ള സർപ്രൈസ് ആണ്, ഇത് വായിച്ചിട്ട് നീ അതിൽ സൈൻ ചെയ്യാൻ അവൻ ആവശ്യപ്പെടുന്നു. അവൾ അതെടുത്ത് വായിക്കുമ്പോൾ ഷോക്കായി പോയി. കാരണം അത് ബേബിയെ അബോർഷൻ ചെയ്യാനുള്ള പേപ്പർ ആയിരുന്നു. അതിൽ അജയ് സൈൻ ചെയ്തിരിക്കുന്നു. രൂപ ഇതിനെ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ അവൻ പറയുകയാണ്, എനിക്ക് കുട്ടികളെ ഒന്നും ഇഷ്ടമല്ല, അതുകൊണ്ട് നീ പ്രസവിക്കാതിരിക്കുന്നതാണ് നല്ലത്. ഇത് പറഞ്ഞ് അവൻ അവിടെ നിന്ന് പോകുന്നു. രൂപയ്ക്ക് അബോർഷൻ ചെയ്യാൻ താല്പര്യമുണ്ടായിരുന്നില്ല. എന്നിരുന്നാലും തന്റെ ലൈഫ് ഇങ്ങനെയായി, ഇനി ഒരു കുട്ടിയും കൂടി ജനിച്ച് ആ കുട്ടിയും ഈ ദുരിതത്തിൽ അകപ്പെടേണ്ടെന്നും ചൊല്ലി അവൾ അബോർഷൻ ചെയ്യാൻ തയ്യാറാകുന്നു. ഇതാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചിരിക്കുന്നതെന്ന് രൂപ രാജീവിനോട് വെളിപ്പെടുത്തുന്നു. എന്നിട്ട് വീണ്ടും പറയുന്നു, ഞാൻ അവനെ കൊന്നിട്ടില്ല, അവൻ സൂയിസൈഡ് ചെയ്തതാണെന്ന് പറഞ്ഞ് രൂപ അജയ് എഴുതിയ ഒരു സൂയിസൈഡ് ലെറ്റർ രാജീവിനെ കാണിക്കുന്നു. രാജീവ് ഉടനെ ഈ ഹാൻഡ് റൈറ്റിംഗ് അജയുടേതാണോ എന്നറിയാൻ അജയന്റെ അച്ഛനെ വിളിച്ച ആ പേപ്പർ കാണിച്ചപ്പോൾ അച്ഛൻ പറയുന്നു, അതെ സാർ, ഇതെന്റെ മകന്റെ ഹാൻഡ് റൈറ്റിംഗ് ആണ്. ഇതിനുശേഷം രാജീവ് രൂപയോട് ചോദിക്കുന്നു, നിങ്ങൾ എന്തുകൊണ്ടാണ് ഇതിനു മുമ്പ് പോലീസിനോട് ഈ ലെറ്ററിനെ കുറിച്ച് പറയാതിരുന്നത്? അപ്പോൾ ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നു. അജയ് പറഞ്ഞതനുസരിച്ച് ആ അപ്പാർട്ട്മെന്റിലേക്ക് പോകുന്നതിന് മുമ്പായി രൂപ കബോർഡിലിരുന്ന് ഒരു പേപ്പർ കണ്ടു. അവൾ അതെടുത്ത് വായിക്കുമ്പോൾ, അച്ഛാമ്മ എന്നോട് ക്ഷമിക്കണേ, ഞാൻ ആത്മഹത്യ ചെയ്യാൻ പോവുകയാണ്. എന്റെ ആത്മഹത്യക്ക് കാരണം എന്റെ ഭാര്യയാണ്. അജയ് എഴുതിയിരിക്കുന്ന ഈ ലെറ്റർ കണ്ടപ്പോൾ രൂപ ഞെട്ടിപ്പോയി. ഞാൻ എന്ത് ചെയ്തിട്ട് ഇവൻ ഇങ്ങനെ മരിക്കാൻ പോകുന്നതെന്ന് രൂപ ചിന്തിക്കുന്നു. ഇത് കഴിഞ്ഞ് അവൾ റൂഫിൽ വരുമ്പോൾ, നിനക്കുള്ള സർപ്രൈസ് എന്ന് പറഞ്ഞ് അവൻ റൂഫിൽ നിന്നെടുത്ത് ചാടി. അവൻ എഴുതിയ ആത്മഹത്യാക്കുറിപ്പിൽ ഞാനാണ് കാരണക്കാരി. അപ്പോൾ ഞാനിത് പോലീസിനെ കാണിച്ച പോലീസ് ഉറപ്പായി എന്നെ പിടിച്ചകത്തിടും. അത് ഭയന്നാണ് ഞാൻ പോലീസിനോട് പറയാതിരുന്നത്. അത് മാത്രമല്ല, അവനോട് ജീവിച്ച ആദ്യത്തെ നാൾ മുതൽ അവന് എന്തോ മാനസിക പ്രശ്നമുണ്ടെന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ഇത് കേട്ട് രാജീവ് ഉടനെ അജയുടെ അച്ഛനോട് ചോദിക്കുന്നു, നിങ്ങളുടെ മകന് എന്തെങ്കിലും മാനസിക പ്രശ്നം ഉണ്ടായിട്ടുണ്ടോ? അപ്പോൾ അച്ഛൻ പറയുന്നു, അതെ സാർ, ഇപ്പോഴല്ല, അവന്റെ ചെറിയ പ്രായത്തിൽ അവന് അന്നൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. ആ പയ്യൻ ചെറുതിലെ മരിച്ചുപോയി. ആ പയ്യന്റെ മരണശേഷം അജയ് ആരോടും മിണ്ടില്ല, ആരും പറയുന്നതും കേൾക്കില്ല, വല്ലാതെ വിഷാദാവസ്ഥയിലായി. അപ്പോൾ അച്ഛൻ പറയുന്നതെല്ലാം കേട്ട് കഴിഞ്ഞ് രാജീവ് വീണ്ടും രൂപയുടെ അടുത്ത് വന്ന് ക്വസ്റ്റ്യൻ ചെയ്യുന്നു. കാരണം അവൻ അപ്പോഴും രൂപ ഇന്നസെന്റ് ആണെന്ന് വിശ്വാസമുണ്ടായിരുന്നില്ല. അതുകൊണ്ട് അജയ് രൂപയ്ക്ക് സർപ്രൈസ് നൽകാമെന്ന് വിളിച്ച ആ ടൈമിൽ അവളോടൊപ്പം ഉണ്ടായിരുന്ന പോലീസുകാരനെ വിളിച്ച് ആ കാര്യം ചോദിക്കുമ്പോൾ അയാൾ പറയുന്നു, അതെ സാർ, മേഡത്തിന്റെ ഹസ്ബൻഡ് വിളിച്ചത് പ്രകാരം ഞാനാണ് മേഡത്തിനെ വീട്ടിൽ ഡ്രോപ്പ് ചെയ്തത്. അത് കഴിഞ്ഞ് മേഡം റെഡിയായി വന്ന ശേഷം മേഡത്തിനെ ആ അപ്പാർട്ട്മെന്റിലേക്ക് ഡ്രോപ്പ് ചെയ്തിട്ടാണ് ഞാൻ വീട്ടിലേക്ക് പോയത്. ഇതിനുശേഷം രൂപ പറയുന്നു, ഞാൻ വീട്ടിലിരുന്ന് റെഡി ആയിക്കൊണ്ടിരിക്കുന്നതിനിടെ അജയ് എഴുതിയ ആത്മഹത്യാക്കുറിപ്പ് കാണാനിടയായി. അപ്പോൾ ഞാൻ കാരണമാണ് അവൻ മരിക്കാൻ പോകുന്നതെന്ന് അതിൽ എഴുതിയിരിക്കുന്നത് കണ്ടു. അങ്ങനെ അപ്പാർട്ട്മെന്റിൽ ചെന്നിട്ട് അവൻ വിഷ് ചെയ്തതിന് ശേഷം രൂപ അവനോട്, ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് നീ ഇങ്ങനെ ഒരു കുറിപ്പ് എഴുതി വെച്ചതെന്ന് ചോദിക്കുമ്പോൾ അവൻ പറയുന്നു, നീ അപ്പോൾ ലെറ്റർ കണ്ടോ? ഇനി എന്തായാലും ശരി, കാര്യം പറഞ്ഞേക്കാം. നീ എൻ്റെ ലൈഫിൽ വന്നതിന് ശേഷം എൻ്റെ ലൈഫ് പാടായി. എൻ്റെ കല്യാണത്തിന് മുമ്പ് വരെ എൻ്റെ അച്ഛൻ, അമ്മ, എൻ്റെ ഫ്രണ്ട്സ്, റിലേറ്റീവ് എല്ലാവരും ഞാൻ എന്ത് പറയുന്നു അതനുസരിച്ചാണ് എല്ലാവരും ചെയ്തിരുന്നത്. എന്നാൽ നീയാണെങ്കിൽ നിന്റെ ഇഷ്ടപ്രകാരം നടക്കുന്നു. നിനക്ക് ജോലിയുള്ളതിന് നിനക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. ഞാൻ എന്ത് പറഞ്ഞാലും നീ കേൾക്കില്ല. എനിക്കത് ഇഷ്ടമല്ല. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് പറയുന്നത്, നിന്റെ വൈഫ് ഒരു പോലീസുകാരിയല്ലേ, അപ്പോൾ എല്ലാ കാര്യത്തിനെ കുറിച്ചും അവൾക്ക് നന്നായി അറിയാം. അവൾ പറയുന്നത് പോലെ നടക്ക്,
അതാണ് ശരിയെന്നാണ് അവർ ഉപദേശിക്കുന്നത്. എന്റെ ലൈഫ് എന്റെ ഇഷ്ടപ്രകാരമാണ് ജീവിക്കേണ്ടത്, അതുപോലെ എന്റെ ഭാര്യയും അങ്ങനെ തന്നെ ആയിരിക്കണം. അതാണ് എന്റെ ആഗ്രഹം. അതുകൊണ്ട് നീ നിന്റെ ജോലി കളഞ്ഞിട്ട് എന്റെ ഇഷ്ടപ്രകാരം ജീവിക്കണമെന്ന് അവൻ ഭീഷണി മുഴക്കുമ്പോൾ അവൾ പറയുന്നു, നീ താഴെ ഇറങ്ങ്, നമുക്ക് അതിന് പരിഹാരമുണ്ടാക്കാം. എന്താ നീ ഭയന്നു പോയോ? നീ പെട്ടുപോകുമെന്ന് നിനക്ക് ഭയമുണ്ടല്ലേ? അജയ് ഇങ്ങനെ പറയുന്നതിനിടയിൽ സ്ലിപ്പായി താഴെ വീഴാൻ പോകുന്നു. എന്നാൽ അവനൊരു പിടിവള്ളി കിട്ടി. എന്നിട്ട് രൂപയോട് രക്ഷിക്കാനായി ഹെൽപ്പ് ചോദിക്കുന്നു. എന്നാൽ രൂപയൊന്നും പറ്റാണ്ട് സ്റ്റക്കായി നിൽക്കുകയാണ്. അപ്പോൾ രൂപ പറഞ്ഞതെല്ലാം കേട്ടിട്ട് രാജീവ് ചോദിക്കുന്നു, നീ എന്തുകൊണ്ടാണ് അജയ് ഹെൽപ്പ് ചെയ്യാന്? നീ ഒരു പോലീസുകാരിയല്ലേ? ആ ടൈം രൂപ പറയുന്നത് ഫ്ലാഷ് ബാക്കിലൂടെയാണ് കാണിക്കുന്നത്. അജയുമായിരിക്കുന്ന ആ ദിവസം രാവിലെ രൂപ ലാപ്ടോപ്പ് നോക്കുന്നതിനിടെ നമുക്ക് ആപത്ത് വരാതെ മറ്റൊരാളിനെ എങ്ങനെ തള്ളി താഴെ ഇടാമെന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്തിരിക്കുന്നതായി രൂപ കണ്ടു. അപ്പോൾ അവൻ നേരത്തെ കൂട്ടി എല്ലാം പ്ലാൻ ചെയ്തിരുന്നു. അജയ് രൂപയുടെ ഹെൽപ്പ് ചോദിക്കുമ്പോൾ അവൻ എന്നെ കൊല്ലാനുള്ള നാടകമാണെന്ന് രൂപയ്ക്ക് മനസ്സിലായത് കൊണ്ട് അവനെ ഹെൽപ്പ് ചെയ്തില്ല. ഇത് കേട്ട് രാജീവ് ചോദിക്കുന്നു, നീ എല്ലാ ട്രെയിനിങ്ങും കഴിഞ്ഞ ഒരു പോലീസുകാരിയാണ്, അപ്പോൾ ഒരാൾ ആപത്തിൽപ്പെട്ടാൽ രക്ഷിക്കേണ്ട ഉത്തരവാദിത്തം നിനക്കുണ്ട്. കോർട്ടിൽ നീ എന്ത് പറഞ്ഞാലും നിനക്ക് അതിനുള്ള ശിക്ഷ കിട്ടും. അപ്പോൾ രൂപ പറയുന്നു, നിങ്ങൾ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നുണ്ട്, പക്ഷേ നിങ്ങൾ എന്തുകൊണ്ടാണ് എന്റെ ഫീലിങ്സ് മനസ്സിലാക്കാത്തത്? അവൻ കാരണം ഞാൻ ഒരുപാട് വേദനിച്ചിട്ടുണ്ട്. അവനോടൊപ്പം ജീവിച്ച ഓരോ നിമിഷവും എനിക്ക് നായകമായിരുന്നു. രൂപ ഇത് പറഞ്ഞ് വല്ലാതെ വിഷമിച്ചിരിക്കുമ്പോൾ വെളിയിൽ രൂപ പറയുന്നതെല്ലാം കേട്ടുകൊണ്ടിരുന്ന അജയുടെ ഫാമിലി രൂപയുടെ അടുത്തേക്ക് വന്നിട്ട്, നീ വിഷമിക്കേണ്ട, നീ ഒരു തെറ്റും ചെയ്തിട്ടില്ല, വാ നമുക്ക് പോകാമെന്ന് പറയുമ്പോൾ രാജീവ് പറയുന്നു, എനിക്ക് ഇനിയും ഇവരോട് ചോദിക്കാനുണ്ട്. ഞങ്ങൾ ഈ കേസ് പിൻവലിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അവർ രൂപയും വിളിച്ചുകൊണ്ട് അവിടെ നിന്ന് പോകുന്നു. അത് കഴിഞ്ഞ് കാണിക്കുന്നത് വൈഷ്ണവി അവൾ രൂപയ്ക്കെതിരെ കേസ് കൊടുത്തതിൽ രൂപയോട് സോറി പറഞ്ഞിട്ട് അവൾ അവളുടെ വീട്ടിലേക്ക് പോകുന്നതാണ്. അതിനുശേഷം രൂപ എല്ലാ പ്രശ്നങ്ങളും സോൾവ് ആയെന്ന ആശ്വാസത്തിൽ വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ നിൽക്കുന്ന രാജീവിനെ കണ്ട് അവൾ ഞെട്ടിപ്പോയി. അപ്പോൾ രാജീവ് പറയുന്നു, നീ ഭയപ്പെടേണ്ട, ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യത്തിന് നീ ആൻസർ നൽകണം. അതായത് നീ പമ്പിൽ വെച്ച ഒരാളെ ഹഗ് ചെയ്തില്ലേ, അതാരാണെന്ന് രാജീവ് ചോദിക്കുമ്പോൾ രൂപ പറയുന്നു, അത് വേറെ ആര്, നീയല്ലേ. ഇത് പറഞ്ഞ് രണ്ടുപേരും ചിരിക്കുന്നു. അപ്പോൾ ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നു. രൂപ അജയ് എഴുതിയ സൂയിസൈഡ് ലെറ്റർ കണ്ടതിന് ശേഷം അജയെ പോയി കാണുന്നു. അങ്ങനെ അജയ് മരിച്ചതിന് ശേഷം വളരെ ടെൻഷനിലായ രൂപ അവൾക്കറിയാവുന്ന അടുത്ത സുഹൃത്തായ രാജീവിനെ പോയി കണ്ട് കാര്യങ്ങൾ തുറന്നു പറയുന്നു. ഇത് കേട്ട് രാജീവ് ചോദിക്കുന്നു, ഞാൻ നിന്നെ എങ്ങനെ ഹെൽപ്പ് ചെയ്യാനാണ്? അപ്പോൾ രൂപ പറയുന്നു, ഞാൻ ഇന്നസെന്റ് ആണ് പ്രൂവ് ചെയ്യണം. നിന്റെ സ്റ്റേഷൻ പരിധിയിലല്ലേ ഈ കേസ്, അപ്പോൾ നിനക്ക് എന്നെ സഹായിക്കാൻ കഴിയും. ഇത് കേട്ട് അവനാണെങ്കിൽ ചിരിച്ചുകൊണ്ട് പറയുന്നു, നമ്മൾ എന്ത് ചെയ്താലും ആരും വിശ്വസിക്കത്തില്ല, കാരണം നിനക്കെതിരെ അവന്റെ കയ്യാൽ എഴുതിയ സൂയിസൈഡ് ലെറ്റർ, ഡയറി ഇതെല്ലാം ഉണ്ട്, അപ്പോൾ ആരും നിന്നെ വിശ്വസിക്കില്ല. ഇനി എന്ത് ചെയ്യുമെന്ന രൂപയുടെ ചോദ്യത്തിന് മുന്നിൽ രാജീവ് കുറച്ചു നേരം ആലോചിച്ചിട്ട് ഇൻസ്പെക്ടറിനെ വിളിച്ച് 2 ആഴ്ചത്തേക്ക് ലീവ് എടുത്തു. ഇത് കേട്ട് രൂപ ചോദിക്കുന്നു, നീ എന്താ ഇങ്ങനെ ചെയ്യുന്നേ? അപ്പോൾ രാജീവ് പറയുന്നു, ഇതാണ് എന്റെ പ്ലാൻ. നാളെ നിന്റെ വീട്ടിൽ പോലീസ് സ്റ്റേറ്റ്മെന്റ് എടുക്കാൻ വരും. അപ്പോൾ നീ ഇതൊരു ആക്സിഡന്റ് ആണെന്ന് പറയണം. അപ്പോൾ ഈ കേസ് ക്ലോസ് ആവും. ഇതിനുശേഷം നിന്നിൽ സംശയം തോന്നി ആരെങ്കിലും ഈ കേസ് റീഓപ്പൺ ചെയ്യണം. അപ്പോൾ നീ സെന്റിമെന്റലായി അപ്രോച്ച് ചെയ്താൽ അവനെ പറ്റിയുള്ള എല്ലാ കാര്യങ്ങളും പുറംലോകം അറിയും. അങ്ങനെയാണെങ്കിൽ ഈ കേസ് കൊടുക്കാൻ പറ്റിയ ആരെങ്കിലും അജയുടെ ബന്ധുക്കളിൽ ഉണ്ടോ എന്ന് രാജീവ് ചോദിക്കുമ്പോൾ രൂപ വൈഷ്ണവിയുടെ പേര് പറയുന്നു. അതിനുശേഷം രാജീവും രൂപയും പമ്പിൽ പോയിട്ട് ഹഗ് ചെയ്ത് നിൽക്കുന്ന ഫോട്ടോ മറ്റൊരാളിനെ കൊണ്ട് എടുപ്പിക്കുന്നു. എന്നിട്ട് ആ ഫോട്ടോ വൈഷ്ണവിയുടെ ഫ്രണ്ട് മുഖേന വൈഷ്ണവിയിലെത്തിച്ചു. വൈഷ്ണവി അടുത്ത ദിവസം തന്നെ രൂപയിൽ സംശയം തോന്നിയത് കൊണ്ട് രൂപയുടെ വീട്ടിലെത്തി. ആ ടൈമിൽ രൂപ ഫോണിൽ സംസാരിച്ചുകൊണ്ടിരുന്നത് രാജീവുമായിട്ടായിരുന്നു. അങ്ങനെ വൈഷ്ണവി കേസ് റീഓപ്പൺ ചെയ്തു. താമസിക്കാതെ രൂപ ഇന്നസെന്റ് ആണെന്ന് പ്രൂവ് ചെയ്തു. അപ്പോൾ രാജീവ് ചെയ്ത എല്ലാ സഹായത്തിനും രൂപ അവനോട് നന്ദി പറയുന്നു. അപ്പോൾ രാജീവ് പറയുകയാണ്, നീ അതൊക്കെ വിട്, എനിക്ക് എന്തായാലും ഇതുപോലെ പ്രശ്നം വന്നാൽ നീ എന്നെ ഹെൽപ്പ് ചെയ്താൽ മതി. അതൊക്കെ പോട്ടെ, അജയ് നിനക്ക് തരാനിരുന്ന സർപ്രൈസ് എന്താണെന്ന് അറിയാമോ? ഇല്ല, അതറിയില്ല എന്ന് രൂപ മറുപടി നൽകി. ഓക്കെ, ഞാൻ പോവുകയാണെന്ന് പറഞ്ഞ് രാജീവ് അവിടെ നിന്ന് പോകുന്നു. അത് കഴിഞ്ഞ് രൂപ സെറ്റിയിൽ പോയിരിക്കുമ്പോൾ അവളുടെ ഭാവം മാറാൻ തുടങ്ങി. ഇതിന് കാരണം യഥാർത്ഥത്തിൽ അന്ന് സംഭവിച്ചിരിക്കുന്നത് രൂപയാണ് അജയെ വിളിച്ച് അപ്പാർട്ട്മെന്റിന്റെ റൂഫിലേക്ക് വരാൻ പറഞ്ഞത്. അത് പ്രകാരം അജയ് റൂഫിൽ വന്നപ്പോൾ രൂപ അവന് ബൊക്ക നൽകി വിഷ് ചെയ്തിട്ട് അവൾ ലെറ്ററിനെ പറ്റിയും ഡയറിയെ പറ്റിയും അവനോട് ചോദിക്കുന്നു. അതായത്, ഞാൻ നിന്നെ കുറച്ച് ദിവസമായി ശ്രദ്ധിക്കുന്നു, നീ എന്നെ പറ്റി അതിൽ എന്താണ് എഴുതി പിടിപ്പിച്ചിരിക്കുന്നത്? അജയ് അതിനെപ്പറ്റി പറയാൻ ആരംഭിക്കുമ്പോൾ രൂപ അവനെ കാല് വെച്ച് ചവിട്ടി അജയെ താഴേക്ക് തള്ളിയിട്ടു. താൻ തെറ്റ് ചെയ്തിട്ടും മറ്റുള്ളവർക്ക് മുമ്പിൽ ഇന്നസെന്റ് ആണെന്ന് വാദിച്ച് ജയിച്ചെടുത്തതിന്റെ സന്തോഷത്തിൽ രൂപയുടെ കൊലച്ചിരിയോടെ ഈ മൂവി ഇവിടെ അവസാനിക്കുന്നു.